പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവ്. പ്രതിയായ ശരൺ ചന്ദ്രനെയാണ് എതിരാണ് നടപടി. DIG അജിത ബീഗത്തിൻ്റെതാണ് ഉത്തരവ്. ഇയാളെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ CPIഎമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. ശരൺ ചന്ദ്രൻ കാപ്പ കേസ് പ്രതി അല്ല എന്നായിരുന്നു CPMന്റെ വാദം. നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി. നന്ദുഷ, എന്താണ് പോലീസ് നടപടി? നിഷാദ്, ഈ CPMന്റെ കഴിഞ്ഞ സമ്മേളന കാലയളവ് സമയത്തായിരുന്നു ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പാർട്ടികളിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്ന് പോലും വിവിധ കേസുകൾ, ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ CPMലേക്ക് എത്തുന്നത് വലിയ വിവാദമായി മാറിയത്. മന്ത്രി വീണ ജോർജും ജില്ലയിലെ മുതിർന്ന CPM നേതാക്കളും സംസ്ഥാന തലത്തിലുള്ള നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ ആളുകളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്, അല്ലെങ്കിൽ ഷോളണയിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്, അവരുടെ പാർട്ടിയുടെ അംഗത്വം നൽകുന്നത്. അത് പിന്നീട് വലിയ ചർച്ചയായിരുന്നു. ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഇഡലി എന്നറിയപ്പെടുന്ന ശരൺ ചന്ദ്രൻ. ഇയാൾ കാപ്പ കേസ് പ്രതി കൂടിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഇയാളെ പാർട്ടിയിലേക്ക്, മലയാളപ്പുഴയിലെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പാർട്ടിക്കാർക്കിടയിൽ തന്നെ വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നു. ഇതാണിപ്പോൾ ആ ഒരു സമയത്തൊക്കെ വളരെയധികം ചർച്ചയായ ഒരു സംഭവമായിരുന്നു. പാർട്ടിയിൽ ക്രിമിനലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ പാർട്ടിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയുള്ള KP ഉദയഭാനു അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹം കാപ്പ കേസ് പ്രതി അല്ല എന്ന തരത്തിലായിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. അത് മാനസാന്തരം ഉണ്ടായിട്ടാണ് പാർട്ടിയിലേക്ക് എത്തിയത് നടക്കമുള്ള പ്രതികരണങ്ങളാണ് ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കൾ പങ്കുവച്ചത്. ഇപ്പോൾ കൃഷ്ണമേഖല DIG അജിത ബീഗത്തിന്റെ ഉത്തരവനുസരിച്ചാണ് ഇയാളെ, അതായത് ഈ ശരൺ ചന്ദ്രൻ എന്ന ഇഡലി എന്നറിയപ്പെടുന്ന ഈ ശരൺ ചന്ദ്രൻ എന്ന ആളിനെ മാനസാന്തരം പേരിൽ CPM കൂടെ കൂട്ടിയാളെ ഇപ്പോൾ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ്. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.